ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശോഭഫിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ലവ്ലി റണ്ണറിൻ്റെ സെക്കൻഡ് എപ്പിസോഡാണ് ചാനലിൽ കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ഹീറോയിൻ സഞ്ജയ്ക്ക് കുട പിടിച്ചു കൊടുക്കുന്നത് കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത്. അന്നേരം അവൻ ആ സ്നോഫാളിന്റെ സമയത്ത് കുട പിടിച്ചതും അവന്റെ മരണവുമെല്ലാം ഓർത്ത് കരയും. ഇത് കണ്ട് സഞ്ജയും നീ എപ്പോഴും എന്തിനാണ് എന്നെ കാണുമ്പോൾ ഇങ്ങനെ കരയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കേണ്ട താമസം കുറച്ചും കൂടി ഉച്ചത്തിൽ കരയും. ഇത് ആ വഴി പോകുന്ന കുട്ടികളെല്ലാം ശ്രദ്ധിക്കുന്നത് കണ്ട് അവൻ അവളെ അന്നേരം ഹീറോയിൻ 19-ാം വയസ്സിലും ഇവൻ ഇത്രയും ക്യൂട്ടായിരുന്നോ എന്ന് ചിന്തിച്ച് അവനെ തന്നെ നോക്കി നിൽക്കും. അവൾ അങ്ങനെ നോക്കുന്നത് കണ്ട് അതേപറ്റി ചോദിക്കുന്നതും പെട്ടെന്ന് അവൾ ഓർക്കാതെ ഞാൻ നിങ്ങളുടെ ഫാൻ ആണെന്ന് പറഞ്ഞു പോകും. നീ എന്തിനാണ് എപ്പോഴും എന്നെ ഇങ്ങനെ കാണുമ്പോൾ കരയുന്നത്? അത് നിന്നെ കാണുമ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടു പോയ ഒരാളെ ഓർമ്മ വരും. വേറെ ആരുമല്ല എന്റെ പട്ടിക്കുട്ടി. നിനക്ക് എന്നെ കാണുമ്പോൾ പട്ടിക്കുട്ടിയെയാണോ ഓർമ്മ വരുന്നതെന്ന് സഞ്ജയ് ദേഷ്യപ്പെടുന്നുണ്ട്. അതെ, പട്ടിക്കുട്ടി നിന്നെ പോലെ അതും നന്നായി നീന്തും. അതുകൊണ്ടാ നിന്നെ കാണുമ്പോൾ എനിക്ക് അതിനെ ഓർമ്മ വരുന്നത്. മാറ്റി നിർത്തി സംസാരിക്കും. പരസ്പര ബന്ധമില്ലാതെ എന്തൊക്കെയോ പറയുന്നതൊന്നും തീരെ വിശ്വാസം വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ പിന്നെയും കുത്തി കുത്തി ചോദിക്കുന്നതും ഇനി ഇവിടെ നിന്നാൽ പെട്ടുപോകുമെന്ന് മനസ്സിലാക്കി ഹീറോയിൻ അവിടെ നിന്ന് എസ്കേപ്പ് ആകും. ആ മഴയത്ത് അവൾ അവന്റെ കുടയും എടുത്താണ് ഓടിപ്പോകുന്നത്. അവനാകട്ടെ ആ മഴ മുഴുവനും നനഞ്ഞാണ് ക്ലാസ്സിൽ പോകുന്നത്. ക്ലാസ്സിലെത്തുന്ന ഹീറോയിൻ ഇപ്പോൾ ഫ്യൂച്ചറിൽ നിന്നല്ലേ വന്നത്. കുറച്ചു കാലമായല്ലോ ക്ലാസ്സിലെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടിട്ട്. അതിന്റെ സന്തോഷത്തിൽ എല്ലാവരോടും ഓടി നടന്ന് ഹായ് പറയുകയും വിശേഷം ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ഹ്യൂൻജുവിനെ കാണുന്നതും അയ്യോ നീ ഇത്ര ക്യൂട്ടായിരുന്നു എന്ന് ചോദിച്ച് അവളുടെ കവിളിൽ പിച്ചുന്നുണ്ട്. ഇവൾക്ക് എന്താണ് പറ്റിയതെന്ന് എല്ലാവരും അത്ഭുതത്തോടെ നോക്കും. അവിടുന്ന് കട്ട് ചെയ്ത് ഹീറോയിന്റെ വീട് കാണിച്ചാൽ അവളുടെ അമ്മയ്ക്ക് CD, കാസറ്റ് ഒക്കെ റെന്റിന് കൊടുക്കുന്ന ഒരു ഷോപ്പാണുള്ളത്. ഇപ്പോൾ തന്നെ ഒരാൾ കാസറ്റ് കൊണ്ടുപോയിട്ട് ഒരാഴ്ചയിൽ കൂടുതലായാൽ ഫൈൻ ഉണ്ട്. അത് എത്രയും പെട്ടെന്ന് തിരിച്ചേൽപ്പിക്കണമെന്ന് പറയുന്നതും ആ കസ്റ്റമർ ആകട്ടെ അങ്ങനെ ഒരു CD എടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് അടിയുണ്ടാക്കുന്നുണ്ട്. എങ്കിൽ പിന്നെ നിങ്ങളുടെ അഡ്രസ്സും പേരും ഫോൺ നമ്പറും എങ്ങനെയാണ് ഇവിടെ വന്നതെന്ന് ചോദിച്ച് എത്രയും പെട്ടെന്ന് CD തിരിച്ചേൽപ്പിക്കണമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യും. അന്നേരം സന്യാസിയുടെ രൂപത്തിൽ ഒരാൾ അങ്ങോട്ട് ഭിക്ഷയാചിക്കാനായി എത്തുന്നുണ്ട്. ഇത് വേറാരുമല്ല ഹീറോയിന്റെ ചേട്ടനായ ഇംജമാണ്. പക്ഷേ ഹീറോയിന്റെ അമ്മ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കുന്നുണ്ട്. തൊട്ടടുത്ത് നിൽക്കുന്ന ആന്റി ആകട്ടെ നിന്റെ അഭിനയം സൂപ്പർ ആണെന്നൊക്കെ പറഞ്ഞ് അവനെ സപ്പോർട്ട് ചെയ്യും. ഈ വേഷം കെട്ട് നിർത്തി എന്തെങ്കിലും പണിക്ക് പോടാ എന്ന് അമ്മ വഴക്ക് പറയുന്നുണ്ട്. ചേട്ടന് ആക്ടിംഗ് എന്ന് വെച്ചാൽ ജീവനാണ്. ആളുടെ ഡ്രീം തന്നെ ഏതെങ്കിലും സിനിമയിൽ തല കാണിക്കുക എന്നതാണ്. അവിടെ നിന്ന് കട്ട് ചെയ്താൽ സ്കൂള് കാണിക്കുന്നതും അന്ന് വാച്ചിലെ ബട്ടൺ പ്രസ് ചെയ്തപ്പോഴല്ലേ പാസ്റ്റിലേക്ക് വന്നത്. അപ്പോ ഒന്നും കൂടി പ്രസ് ചെയ്താൽ ഫ്യൂച്ചറിൽ എത്തുമല്ലോ എന്ന് ചിന്തിച്ച് പ്രസ് ചെയ്യാമെന്ന് കരുതുന്നുണ്ടെങ്കിലും ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ ഒരുപാടുണ്ട്. അത് കഴിഞ്ഞു പോകാമെന്ന് കരുതി പ്രസ് ചെയ്യാൻ മടിക്കുന്നുണ്ട്. പക്ഷേ ആ ടൈം ടീച്ചർ ഹീറോയിനെ വിളിക്കുന്നതും അവളുടെ ഫ്രണ്ട് പുറകിൽ നിന്ന് അവളെ കുത്തുന്നതും ഒരുമിച്ചാണ്. അങ്ങനെ അറിയാതെ കൈതട്ടി ആ ബട്ടൺ പ്രസ് ചെയ്യും. പക്ഷേ അവൾ വിചാരിച്ച രീതിയിലുള്ള ഒരു മാറ്റവും അവിടെ ഉണ്ടാകില്ല. അപ്പോ ഈ വാച്ചിൽ പ്രസ് ചെയ്തത് കൊണ്ടല്ല പാസ്റ്റിലേക്ക് വന്നതെന്ന് കൺഫേം ആകും. ഹീറോയിൻ അന്ന് വയറുവേദനയാണെന്ന് പറഞ്ഞ് ക്ലാസ് കട്ട് ചെയ്ത് സഞ്ജയ് പ്രാക്ടീസ് ചെയ്യുന്ന ജിമ്മിലേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ എത്തി പ്രാക്ടീസ് കണ്ടുകൊണ്ട് നിൽക്കുന്ന ടൈം ജിമ്മിന്റെ അകത്തേക്ക് സിഗരറ്റ് പുക വരുന്നത് കണ്ട് അത് എവിടെന്നാണെന്ന് അന്വേഷിച്ചു ചെല്ലും. അവിടെ ഒരു പയ്യനെ തൊട്ടടുത്ത സ്കൂളിലെ കുറച്ച് പയ്യന്മാർ ചേർന്ന് അടിക്കാനായി പിടിച്ചു വച്ചിരിക്കുന്നതായി കാണും. ഇവന്റെ പേരാണ് തായ്സങ്. ഇവനും ഈ ഗ്യാങ്ങുമായി എപ്പോഴും അടിയാണ്. തായ്സങ് അവരെ അടിക്കുന്നതിനിടയിലേക്ക് മുകളിൽ നിന്നും ഹീറോയിനും ചാടി വീണടിക്കും. ഫ്യൂച്ചറിൽ നിന്നും വന്നതായതുകൊണ്ട് ഹീറോയിൻ വലിയ ആൾക്കാരെ പോലെ ഈ സിഗരറ്റ് വലിക്കുന്നതൊന്നും അത്ര നല്ല ശീലമല്ല. സിഗരറ്റിന്റെ പുക കാരണം സ്വിമ്മിങ് ചെയ്യുന്നവർക്ക് അസുഖങ്ങൾ ഉണ്ടാകും എന്നൊക്കെ വഴക്ക് പറയുന്നുണ്ട്. അന്നേരം ആ ഗ്യാങ്ങിലെ ബാക്കിയുള്ളവർ കൂടി വരുന്നത് കണ്ട് തായ്സങ് അവളെയും പിടിച്ചു വലിച്ച് അവിടെ നോടും. അവരുടെ കണ്ണിൽ പെടാതെ കുറച്ചു നേരം ഒരിടത്ത് ഒളിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വിധത്തിലാണ് അവരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടുന്നത്. പിന്നെയും അവൻ ആ സിഗരറ്റ് വലിക്കുന്നത് കണ്ട് അവനെ വഴക്ക് പറയും. കൂൾ കുട്ടികൾ ഇങ്ങനെ സിഗരറ്റ് വലിക്കരുത് എന്ന് വലിയ ആളുകളെ പോലെ ഉപദേശിക്കും. നിനക്ക് സത്യത്തിൽ എത്ര വയസ്സായി? നീ ഞങ്ങളുടെ ഏജിലുള്ളവരെ പോലെയല്ല സംസാരിക്കുന്നത്, വളരെ മെച്ചുവേർഡ് ആയാണല്ലോ സംസാരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ഹീറോയിൻ അവന്റെ മുഖം അടുത്തു നിന്ന് കാണുന്നത്. സ്കൂളിലെ ഫേമസ് ബാൻഡ് ഗ്രൂപ്പിലെ ഒരു മെമ്പറാണ് തായ്സങ്. ഹീറോ
ഹീറോയിനും അവന്റെ ഒരു വലിയ ഫാനാണ്. അതായത് സ്കൂൾ ടൈമിലെ ഹീറോയിന്റെ ക്രഷ്. അത് ഓർമ്മ വരുന്നതും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും. പക്ഷേ അന്നേരം സാർ അങ്ങോട്ടേക്ക് വരുന്നത് കണ്ട് തായ്സങ് നൈസായിട്ട് എസ്കേപ്പ് ആകുന്നുണ്ട്. സിഗരറ്റും ലൈറ്ററുമായി ഹീറോയിനെ സാറ് കൈയോടെ പൊക്കും. മുട്ടുകുത്തി കൈ ഉയർത്തിപ്പിടിച്ച് കയ്യില് സിഗരറ്റും ലൈറ്ററുമായി നിൽക്കാനുള്ള പണിഷ്മെന്റ് ആണ് സാറ് കൊടുക്കുന്നത്. അന്നേരം സഞ്ജയ് ആ വഴി വരുന്നുണ്ട്. അവൻ കാണാതിരിക്കാനായി മുടി വെച്ച് മറയ്ക്കുന്നുണ്ടെങ്കിലും അവൻ കണ്ടുപിടിക്കും. സാറ് പോകുന്നതും അവൻ അങ്ങോട്ടേക്ക് വന്ന് അതെല്ലാം വാങ്ങി വേസ്റ്റ് ബാസ്ക്കറ്റിലേക്കിടും. ഈ പുകവലിക്കുന്ന ശീലം നിർത്തിക്കോ, തന്റെ ഉടമസ്ഥൻ ഇങ്ങനെ പുകവലിക്കുന്നയാളാണെന്നറിഞ്ഞാൽ ആ പട്ടിക്കുട്ടിക്ക് സങ്കടം വരും എന്ന് സഞ്ജയ് കളിയാക്കുന്നുണ്ട്. ഫ്യൂച്ചറിൽ നിന്നും വന്ന ഓർമ്മയിൽ എനിക്ക് പുകവലിക്കുന്ന ശീലമൊന്നുമില്ല, ചിലപ്പോൾ ഡ്രിങ്ക്സ് അടിച്ചാലായി എന്ന് പെട്ടെന്ന് ഓർക്കാതെ പറഞ്ഞു പോകുന്നുണ്ട്. ഓ, അപ്പോൾ ഡ്രിങ്ക്സ് അടിക്കുന്ന ശീലമുണ്ടല്ലേ? എന്തായാലും കൊള്ളാം, പുകവലി നിർത്തുന്നതാണ് ആരോഗ്യത്തിന് നല്ലതെന്ന് പറഞ്ഞ് അവൻ പോകുന്നതും അവനോട് എത്രത്തോളം അടുക്കാനായി ശ്രമിക്കുന്നുണ്ടോ അത്രത്തോളം ദൂരേക്ക് പോകുന്നല്ലോ എന്നോർത്ത് ഹീറോയിന് സങ്കടം വരും. അങ്ങനെ ഇതെല്ലാം ഓർത്ത് സങ്കടപ്പെട്ട് നടന്നു വരുമ്പോഴാണ് തായ്സൂണ് മുന്നിൽ വന്ന് പെടുന്നത്. എന്റെ ലൈറ്റർ എവിടെ? ഞാൻ അതിനു വേണ്ടിയാണ് നിന്നെ വെയിറ്റ് ചെയ്ത് നിന്ന് എന്ന് പറയുന്നത് കേട്ട് നിന്നോട് ഞാൻ മിണ്ടില്ല. നിനക്ക് ഹെൽപ്പ് ചെയ്ത് എന്നെ തന്നെ നീ ചതിച്ചില്ലേ എന്ന് ഹീറോയിൻ പിണക്കം കാണിക്കും. നിനക്ക് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി വല്ലതുണ്ടോ? ഇന്നലെ കണ്ട ആളെയല്ല നീ. ക്യാരക്ടറൊക്കെ ഫുള്ളി ചേഞ്ച് ആയിട്ടുണ്ടല്ലോ. നീ എന്നെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയല്ലേ എന്നെ രക്ഷിച്ചതെന്ന് ചോദിക്കുന്നത് കേട്ട് ഹീറോയിൻ അന്നേരം മനസ്സിൽ കരുതുന്നുണ്ട്, അയ്യേ, ഞാൻ ഇവനെയാണോ സ്കൂൾ ടൈമിൽ എന്റെ ഫാനായി കണ്ട് പുറകെ നടന്നതെന്ന്. അന്നേരം തായ്സങ്ങിന്റെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്ന പെൺകുട്ടി അങ്ങോട്ടേക്ക് വരുന്നത് കണ്ട് അവൻ അവിടെ നിന്ന് എസ്കേപ്പ് ആകും. ആ പെണ്ണും അവളുടെ ഗ്യാങ്ങും കൂടി ഹീറോയിനെ ഒന്ന് പേടിപ്പിച്ചു വിടുന്നുണ്ട്. അന്ന് ഈവനിങ് റെസ്റ്റോറന്റിലിരുന്ന് ഫുഡ് കഴിക്കുന്ന ടൈം ഹ്യോൻജോയോട് ഒരു പയ്യനെ ഇംപ്രസ് ചെയ്യാനുള്ള ഐഡിയ ചോദിക്കുന്നുണ്ട്. ഒരു പയ്യനെ വീഴ്ത്താനുള്ള ഏറ്റവും നല്ല മാർഗം ഫസ്റ്റ് ഇംപ്രഷൻ ആണ് എന്ന ഐഡിയ കേട്ട് ഹീറോയിൻ സഞ്ജയെ ഫസ്റ്റ് മീറ്റ് ചെയ്തത് ആലോചിക്കുന്നുണ്ട്. കണ്ടപ്പോൾ തന്നെ കെട്ടിപ്പിടിച്ചതുകൊണ്ട് എന്തായാലും ഫസ്റ്റ് ഇംപ്രഷൻ പോയി കിട്ടി. ഇനി വേറെന്തേലും ഐഡിയ ഉണ്ടോ എന്ന് ചോദിക്കുന്നതും ഫസ്റ്റ് ഇംപ്രഷൻ പോയാൽ നമുക്ക് സെക്കൻഡ് ഇംപ്രഷൻ നോക്കാം. അതിനെപ്പറ്റി ആലോചിക്കുന്നതും അന്ന് ഹീറോയിനെ സിഗരറ്റോടുകൂടി പൊക്കിയതാണ് അവരുടെ സെക്കൻഡ് മീറ്റിംഗ്. ഇനി ഇതൊന്നുമല്ലാതെ വേറെന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നതും അവിടുത്തെ ഒരു മെസ്സേജിങ് ആപ്പാണ് ഐക്കൺ എന്ന് പറയുന്നത്. അതിലൊരു റിക്വസ്റ്റ് നിങ്ങൾ ചാറ്റ് ചെയ്ത് ഫ്രണ്ട്സ് ആക് എന്ന ഐഡിയ കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് അവൾക്കൊരു ഡൗട്ട് തോന്നുന്നത്. നീ ഇന്നലെ തായ്സങ് റിജക്ട് ചെയ്ത എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നല്ലോ, പക്ഷേ ഇന്ന് ഭയങ്കര ഹാപ്പിയാണ്. ഏതേലും പുതിയ പയ്യൻ സെറ്റ് ആയോ എന്ന് ചോദിക്കുന്നതും തായ്സങ്ങിനെ ഞാൻ പ്രപ്പോസ് ചെയ്തോ എന്ന് ഹീറോയിൻ അത്ഭുതത്തോടെ ചോദിക്കും. തായ്സങ്ങിനെ പ്രപ്പോസ് ചെയ്ത കാര്യമൊന്നും ഹീറോയിന് ഓർമ്മയില്ല. ഫ്യൂച്ചറിൽ നിന്നും വന്നതുകൊണ്ട് തന്നെ അവൾ പഴയ കുറച്ച് കാര്യങ്ങളൊക്കെ മറന്നുപോയിട്ടുണ്ട്. സംഭവം തലേ ദിവസം ഗിഫ്റ്റും ലവ് ലെറ്ററുമായി തായ്സങ്ങിനെ പ്രപ്പോസ് ചെയ്യും. പക്ഷേ ആ ടൈമാണ് തായ്സങ്ങിന്റെ പുറകെ നടക്കുന്ന പെണ്ണ് അവനെ അന്വേഷിച്ച് അങ്ങോട്ടേക്ക് വരുന്നത്. ഇത് കണ്ട് പേടിച്ച് ഹീറോയിൻ അവിടെ നിന്ന് ഓടുന്നതും ആ കൊണ്ടുവന്നതിലെ ലെറ്റർ മാത്രം താഴെ വീഴും. അത് അവന്റെ കയ്യിൽ കിട്ടുന്നുണ്ട്. അന്ന് വീട്ടിൽ ചെന്ന് തലേന്ന് എഴുതി കൊടുത്ത ലെറ്ററിൽ എഴുതിയിട്ട് ശരിയാകാതെ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ചുരുട്ടിക്കളഞ്ഞ കുറച്ച് ലെറ്റേഴ്സ് കിട്ടുന്നുണ്ട്. അതിൽ അവൾ അവന് കൊടുക്കാനായി ഒരു കവിതയാണ് എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ അത് വായിച്ചു നോക്കുന്ന അവൾക്ക് നാണക്കേട് സഹിക്കാൻ വയ്യ. ദൈവം, എന്തായാലും ഞാൻ പാസ്റ്റിലേക്ക് വന്നു, ഒരു ദിവസം മുന്നേ എന്നെ കൊണ്ടുവന്നൂടായിരുന്നു എന്ന് സങ്കടപ്പെടുന്നുണ്ട്. സെയിം ടൈം തൊട്ടുപുറകിൽ നിന്ന് ഇതേ കവിത ആരോ വായിക്കുന്നത് കേട്ട് തിരിഞ്ഞു നോക്കുമ്പോഴാകട്ടെ അത് അവളുടെ ചേട്ടനാണ്. അവൻ കൊടുക്കാനായി വാങ്ങിയ ഹെഡ്സെറ്റും എടുത്തു വെച്ച് അവളെ ആ ലെറ്റർ വായിച്ച് കളിയാക്കുന്നുണ്ട്. കളിയാക്കിയതിന്റെ ദേഷ്യത്തിൽ അവള് ചേട്ടനുമായി തല്ലുപിടിക്കും. അവിടെ നിന്ന് കട്ട് ചെയ്ത് സഞ്ജയെ കാണിക്കുന്നതും അവന്റെ ലെഫ്റ്റ് ഷോൾഡറിൽ ഒരു സർജറി ചെയ്തിട്ടുണ്ട്. അവിടെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പെയിൻ വരാറുണ്ട്. അതിനു വേണ്ടിയുള്ള എക്സസൈസ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ടൈമാണ് സിസ്റ്റത്തിൽ നോട്ടിഫിക്കേഷന്റെ സൗണ്ട് കേട്ട് അത് ചെക്ക് ചെയ്യുന്നതും അത് ഹീറോയിൻ അയച്ച ഫ്രണ്ട് റിക്വസ്റ്റ് ആണ്. ഹീറോയിൻ വളരെ പ്രതീക്ഷയോടെ റിപ്ലൈ ചെക്ക് ചെയ്യുന്നതും ഫ്രണ്ട് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തില്ലെന്നത് കണ്ട് ഡെസ്പാകും. അങ്ങനെ അടുക്കാനുള്ള ആ വഴിയും അവസാനിച്ചല്ലോ, ഞങ്ങൾ അടുക്കുന്നതിന് പകരം ദൂരേക്കാണല്ലോ പൊക്കോണ്ടിരിക്കുന്നത് എന്നാലോചിച്ച് സങ്കടപ്പെടുന്നുണ്ട്. അടുത്ത ദിവസം
ബസ്സിലേക്ക് കയറാനായി വരുന്ന ടൈം മുഴുവനും അവൻ എന്തുകൊണ്ടായിരിക്കും എന്നെ റിജക്റ്റ് ചെയ്തതെന്നാണ് ഹീറോയിൻ ചിന്തിക്കുന്നത്. അന്നേരം തൊട്ടു മുന്നിലായി വീൽ ചെയറിലിരിക്കുന്ന പെൺകുട്ടിയുടെ കയ്യിൽ നിന്നും സാധനങ്ങൾ താഴെ വീണത് എടുക്കാനായി ബുദ്ധിമുട്ടുന്നത് കാണും. അത് കാണുന്നതും അവൾക്ക് അവളെ തന്നെയാണ് ഓർമ്മ വരുന്നത്. അവൾ ഹെൽപ്പ് ചെയ്യാനായി മുന്നോട്ട് വരുന്നുണ്ടെങ്കിലും പെട്ടെന്ന് സഞ്ജയ് അങ്ങോട്ടേക്ക് എത്തി അവരുടെ സാധനങ്ങളെല്ലാം എടുത്തുകൊടുത്ത് അവരെ ഹെൽപ്പ് ചെയ്യും. ഇത് കണ്ട് ഹീറോയിൻ ഇംപ്രസ് ആകുന്നുണ്ട്. അവനെ നോക്കി ഹായ് പറയുന്നതും അവളെ മൈൻഡ് പോലും ചെയ്യാതെ ബസ്സിൽ കയറും. പുറകേന്ന് ബസ്സിൽ കയറുന്ന ഹീറോയിൻ ആകട്ടെ സംസാരിച്ച് ഒന്ന് അടുക്കാമല്ലോ എന്ന് കരുതി അവനോട് ഓരോ വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ട്. നീ എന്നും ഈ സ്റ്റോപ്പിൽ നിന്നാണോ ബസ് കയറുന്നത്? എന്നെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ എന്നൊക്കെ. പ്രാക്ടീസ് ഇല്ലാത്തത് കൊണ്ടാണെന്ന് ലേറ്റ് ആയത്, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പോകാറാണ് പതിവ് എന്ന് മാത്രം പറയും. ഇനി എന്നാണ് കോമ്പറ്റീഷൻ എന്ന് പിന്നെയും ചോദിക്കുന്നതും അന്നത്തെ പോലെ അവിടെയും വന്ന് കെട്ടിപ്പിടിക്കാനാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അവർക്കിറങ്ങാനുള്ള സ്റ്റോപ്പ് എത്തി ഡ്രൈവർ സഡൻ ബ്രേക്ക് ഇടുന്നതും ഹീറോയിൻ താഴെ വീഴാനായി പോകുന്നുണ്ട്. സഞ്ജയ് അവളുടെ ബാഗ് പിടിച്ചു വെച്ച് അവളെ ഹെൽപ്പ് ചെയ്യും. അവൻ ഇറങ്ങുന്നുണ്ട്. പക്ഷേ കയ്യിലിരുന്ന കുട താഴെ വീണത് ഹീറോയിൻ എടുക്കാൻ ശ്രമിക്കുന്നതിനിടെ ബസ്സിൽ ആളുകൾ കയറുകയും ആ ബസ് സ്റ്റോപ്പിൽ നിന്നും മൂവ് ചെയ്യാൻ തുടങ്ങും. ആ ബസ്സിൽ ഒരുപാട് സ്റ്റുഡൻസ് ഉള്ളത് കൊണ്ട് അവരുടെ ബഹളം കാരണം ഹീറോയിൻ ഇറങ്ങണമെന്ന് ബഹളം വെക്കുന്നതൊന്നും തന്നെ ഫ്രണ്ടിലിരിക്കുന്ന ഡ്രൈവർ കേൾക്കില്ല. അവൾ സ്റ്റോപ്പിൽ ഇറങ്ങിയില്ല എന്നത് കണ്ട് അവനും ബസ്സിനോടൊപ്പം ഓടി വരുന്നുണ്ട്. സ്പീഡിൽ ഓടി ബസ്സിന്റെ ഫ്രണ്ടിലേക്ക് എത്തി ഡ്രൈവറിനോട് കാര്യം പറയുന്നതും ഡ്രൈവർ ബസ് സ്റ്റോപ്പാക്കും. എന്തായാലും എന്നെ രക്ഷിക്കാനായി വന്നല്ലോ എന്നൊക്കെ സന്തോഷത്തോടെ ഹീറോയിൻ പറയുന്നത് കേട്ട്, നിന്നെ രക്ഷിക്കാനോ നിന്നെ ഈ ബസ്സിൽ നിന്ന് ഇറക്കാനോ അല്ല ഞാൻ വന്നത്, ഞാൻ എന്റെ കുട എടുക്കാനായാണ് വന്നതെന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ നിന്നും കുടയും വാങ്ങിപ്പോകും. ഇങ്ങനെ ബസ്സിനോടൊപ്പം ഓടി എന്തെങ്കിലും പറ്റിയാലോ, എന്തിനാ ഇങ്ങനെ ലൈഫ് റിസ്കിലാക്കുന്നത്? നീ ഒരു അത്ലറ്റ് ആണെന്നതൊക്കെ ശരിയാണ്, എന്നാലും കുറച്ചൊക്കെ സൂക്ഷിക്കണം എന്ന് ഹീറോയിൻ ഉപദേശിക്കുന്നതും എനിക്ക് എന്റെ കുട വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറയുന്നത് കേട്ട് ഇവൻ സ്കൂൾ ടൈമിലൊക്കെ ഇങ്ങനെ ആയിരുന്നോ എന്ന് ഹീറോയിൻ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. നീ ആദ്യം പുകവലി നിർത്ത് എന്ന് കളിയാക്കി പറഞ്ഞിട്ട് പോകുന്നത് കേൾക്കുന്നതും ഹീറോയിന് ഇവൻ ഇപ്പോഴും തന്നെ പറ്റി ഇങ്ങനെയാണോ വിചാരിച്ചു വച്ചിരിക്കുന്നത് എന്ന ദേഷ്യത്തിൽ ദാ ഈ വിരല് സ്മെല് ചെയ്ത് നോക്ക്, സ്മോക്ക് ചെയ്യുന്നവരുടെ വിരലിൽ എപ്പോഴും സിഗരറ്റിന്റെ സ്മെല്ല് കാണും, ദാ നോക്ക് എന്ന് പറഞ്ഞ് അവന്റെ പുറകെ നടക്കും. പക്ഷേ ആവേശത്തിൽ അറിയാതെ അവന്റെ മൂക്കിലേക്കാണ് വിരൽ കയറ്റുന്നത്. ഇത് അവന്റെ ഫ്രണ്ടായ ഹായൂക്കും കാണുന്നുണ്ട്. സഞ്ജയെ അവന്റെ ഫ്രണ്ടിന്റെ മുന്നിൽ വെച്ച് അപമാനിക്കുക, അതായത് മൂന്നാമത്തെ ഇംപ്രഷനും പോയി കിട്ടി. അന്ന് ഫ്യൂച്ചർ കാണിച്ച ടൈം സഞ്ജയുടെ ഗ്രൂപ്പിലെ ഒരു പയ്യൻ, നീ എന്തുകൊണ്ടാണ് റിട്ടയർമെന്റിന്റെ കാര്യം ഞങ്ങളോട് നേരത്തെ പറയാത്തത് എന്ന് ചോദിച്ച് അടിയുണ്ടാക്കുന്നത് കണ്ടായിരുന്നല്ലോ. അതിതാ ഇവനാണ്. ഫ്യൂച്ചറിൽ ഇവർ രണ്ടുപേരും എക്ലിപ്സ് ഗ്രൂപ്പിലെ അംഗങ്ങളാകും. നിങ്ങൾ തമ്മിൽ എന്ത് ചുറ്റിക്കളിയാണെന്ന് ചോദിച്ചവൻ കളിയാക്കുന്നുണ്ട്. ഞാൻ ആ പെങ്കൊച്ചിനെ ഇതിനു മുൻപും കണ്ടിട്ടുണ്ട്. അവൾ ഇടയ്ക്കിടയ്ക്ക് പ്രാക്ടീസ് നടക്കുന്നിടത്ത് തായ്സങ്ങിന് സീക്രട്ടായി ഗിഫ്റ്റ് വെച്ചിട്ട് പോകുന്നത് കാണാറുണ്ട്. അവൾ അവന്റെ വലിയ ഫാനാണ്. ഇത് കേട്ട് സഞ്ജയ് ഈ തായ്സങ് ആരാണെന്ന് തിരക്കും. നിനക്ക് അവന്റെ കാര്യം പറഞ്ഞപ്പോൾ എന്തേ ദേഷ്യം വരുന്നുണ്ടോ എന്ന് ചോദിച്ച് സഞ്ജയെ കളിയാക്കുന്നുണ്ട്. ബാക്കി സെക്കൻഡ് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.